പ്രൈസ് ലോർഡ്. ബ്ലസ് പബ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന ബ്ലസ് ബൈബിൾ കേസിലേക്ക് സ്വാഗതം. ഇന്ന് 48-ാം ദിവസത്തെ ചോദ്യോത്തരവും പറയുന്ന സമയമാണ്. നിങ്ങൾ ഇന്നലെ ചർച്ചിൽ പോകുമ്പോൾ ഒരു 10 പേരോടെങ്കിലും ബൈബിൾ കേസിന് മെഗാ ബൈബിൾ കേസിനോട് കൂടെ പറയുക. അവർക്ക് അതിൻ്റെ നോട്ടീസ് ലിങ്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ പല ചർച്ചിലെ പാസ്റ്റേഴ്സ് ഭാര്യമാർ വിശ്വാസികൾ പലരിലേക്കും ഷെയർ ചെയ്യുവാനിടയായി. ഞങ്ങൾക്കിവിടെ അറിയാം പല ചർച്ചുകളിൽ നിന്ന്. അതുപോലെ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ മെഗാ ബൈബിൾ കേസ് ജനുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 5 അധ്യായമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറയുക, ഒരു വർഷം കൊണ്ട് നമുക്ക് ബൈബിൾ വായിച്ച് തീർക്കുന്ന വലിയൊരു യജ്ഞം പോലെ ബൈബിൾ വായിച്ച് തീർക്കാം. അതിനുവേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കുക. ഇന്ന് 48-ാമത്തെ ദിവസമാണ്. അതിൻ്റെ ചോദ്യവും ഉത്തരവും പറയുകയാണ്. ശിശുക്കൾക്ക് ഉപദേഷ്ടാവാര്? യഹൂദൻ. റോമർ 2:17 മുതൽ 20 വരെ. നമ്മൾ ആർക്കാണ് അധീനർ? റോമർ 6:14. കൃപയ്ക്ക്. ആസ്യയിൽ ക്രിസ്തുവിന് ആദ്യ ഫലവും പൗലോസിൻ്റെ പ്രയത്നവും ആര്? എപ്പേനാത്തോസ്. റോമർ 16:5. ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും. റോമർ 8:6. ഒന്നാമതായി ദൈവത്തിൻ്റെ അരുളപ്പാട് ആരുടെ പക്കലാണ് സമർപ്പിച്ചത്? യഹൂദൻ്റെ. റോമർ 3:2. ഉത്തരം അയച്ചവർക്ക് കൺഗ്രാജുലേഷൻ. വീണ്ടും പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക. മറക്കരുത്, ഇന്ന് പോകുമ്പോൾ ചിലരോടെങ്കിലും പറയാൻ മറക്കരുത്. ഓക്കെ, ഗോഡ് ബ്ലസ് യു.